സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ. ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ജാക്കി, സാഗർ ഇലിയാസ് ജാക്കി. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമേനെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഇൻട്രോയൊക്കെ സെറ്റാക്കി ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ മച്ചാമേനെ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ പഴയ സ്ക്വാഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഇന്ന് ആ ഒരു സുവാരസിൻ്റെയും അതുപോലെ തന്നെ മെസ്സിയുടെ ഇതും എന്തായാലും നമുക്ക് കിട്ടുന്ന ഓപ്പോണ്ടാകാൻ നോക്കിയിട്ട് ബെബേറ്റോടെ നമ്മുടെ CF ആയിട്ടുള്ള രണ്ട് കോംബോ ആയിട്ടുള്ള ഒരു മാച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മച്ചാമേനെ. ഓൾറെഡി നമ്മുടെ ബെബേറ്റോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓവനും ഉണ്ട്. അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം ബെബേറ്റോയുടെ റിവ്യൂ ചെയ്യാൻ. അപ്പോൾ മച്ചാമേനെ അങ്ങനെ ആ ലാസ്റ്റ് ടൈം നമ്മൾ ബെബേറ്റോയുടെ റിവ്യൂ ചെയ്തു മച്ചാമേനെ. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഓപ്പോണന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ പുതിയ അപ്ഡേറ്റിന്. അപ്പോൾ എന്തായാലും പുതിയൊരു സ്റ്റേഡിയം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ അധികം എക്സ്പെക്റ്റേഷനാണ് കിടിലൻ കാർഡായിട്ട് ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കക്കേനെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോണന്റ്. അപ്പം മാർട്ടിനസ് ആണ് ഓപ്പോണന്റിന്റെ മാനേജർ. അപ്പം കെന്നവരെ ഉണ്ട്, ബാസ്റ്റനും ഉണ്ട്, പിന്നെ ക്യാൻഡെ ഉണ്ട്. അത്യാവശ്യം എല്ലാ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3177 നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് വെച്ചാൽ വരെ. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്തായാലും ഡെയിലി ഗെയിമൊക്കെ എത്രത്തോളം ഇനി എടുക്കാണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞത്തെ വീഡിയോയിൽ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തായിരുന്നു മച്ചാന്മാർ. അപ്പം ഇനിയും കിട്ടാണ്ട് നമ്മുടെ വൈഷ്ണവ്രോയ്ക്കൊക്കെ ടോണി ആഡംസൊക്കെ കിട്ടാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് നെക്കാറ്റ ടു ബെല്ലിങ് ഗൈസ് അപ്പോൾ കിട്ടിയിട്ടുണ്ട്. സുവാരസ് ടു വീണ്ടും ബാക്കോട്ട് ക്യാൻ്റെ എടാ പോയല്ലോ. നെക്കാറ്റ ടു നല്ലൊരു പാസ്. ഓക്കെ ഗൈസ്, ഈ ഒരു മാച്ചിൽ വേറെ പ്രശ്നം കൂടി ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇപ്പം നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ മാനുവൽ ന്യൂയറിന് പവർ ഇപ്പോൾ കുറവാണ്. അപ്പോൾ ഓൾറെഡി ഇനിയിപ്പോൾ ബ്ലിറ്റ്സൊക്കെ നമുക്ക് ചെയ്യണം ആ ഒരു കമ്പാരിസണൊക്കെ. അപ്പം അത് കുറഞ്ഞത് കൊണ്ട് തന്നെ ഗോളി വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് മാനുവൽ ന്യൂയർ തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ ഇറക്കുകയാണ് നെക്കാറ്റു ഗൈസ്. അപ്പം നിങ്ങൾ ഡിവിഷനൊക്കെ എത്രയും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ക്യാൻ്റെ ഗൈസ് ഇപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ് 2026. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ മെസ്സി, ഓക്കെ നമുക്ക് ബാക്കോട്ട് എടുക്കാൻ അടിച്ചു. ഓക്കെ ഒരു കിടിലൻ ഷോട്ട് ഗൈസ്. അപ്പോൾ ഒരു കിടിലൻ ഷോട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് തന്നെ വിക്ടർ ബോയെ തടഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തൊരു അടിപൊളി ഷോട്ടായിരുന്നു. ഓപ്പോണന്റ് മാഞ്ചസ്റ്റർ ആണ്. അപ്പോൾ ഗൈസ് എന്തായാലും എല്ലാവരും വെയിറ്റിങ്ങിലാണ്. പുതിയ ആ ഒരു സ്റ്റേഡിയം എങ്ങനെ ഉണ്ടാവുക ഗൈസ്. ഡോർമണ്ട് സ്റ്റേഡിയമാണ്, ഫുള്ള് മഞ്ഞാണ് ഗൈസ്. അപ്പോൾ റോബർട്ടോ കാർലോസിന് വരച്ചിട്ടുണ്ട്. ഓക്കെ എടാ കറക്റ്റ് പവർഫുൾ ഷോട്ടാണ് മച്ചാമനെ. ഓൾറെഡി നമ്മുടെ ഗോളി തട്ടി കളഞ്ഞു. പിന്നെ മച്ചാമനെ ഓൾറെഡി എന്താ വെച്ചാൽ കുറേ ഫോണുകൾക്ക് കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് കുറേ പേർക്ക് കളിക്കാൻ പറ്റും. പക്ഷേ ഓൾറെഡി പ്രശ്നം എന്താ വെച്ചാൽ ഓക്കെ നെയ്മർ കിട്ടിയില്ലടാ. മെസ്സി, ഓക്കെ മെസ്സി കിട്ടിയിട്ടുണ്ട്. ഓക്കെ കക്ക അടിച്ചോ എടാ. ഓക്കെ നെയ്മർ, ഓക്കെ ഇത് നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടി. നെയ്മർ അടിച്ചോ. ഇതിപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ലാഗും ക്രാഷും ആയിരിക്കും, ചെറുതായിട്ട് ലാഗ് ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ കളിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ വല്ലതും ഉണ്ടായിരുന്നവർക്ക് ഇപ്പോഴും കളിക്കാൻ പറ്റുന്നുണ്ട്. ഡിവിഷൻ മാച്ചൊക്കെ വരുമ്പോൾ കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളിൽ എത്ര കോയിൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കുറേ പേർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല വെച്ചാൽ എന്തായാലും ആർക്കും ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കട്ടെ എന്തായാലും ഗൈസ്. അപ്പം ബാസ്റ്റണി അടിച്ചു വിട്ടിട്ടുണ്ട്. കോസ്റ്റിക്ക്, എംബാപ്പെ, ഓക്കെ കക്ക എടാ ഗൈസ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കക്കേനെ എടുത്തിട്ട് ഓക്കെ ഓവൻ എടാ മോനെ ഗൈസ്. ഒരു കിടിലൻ ഷോട്ടായിട്ട് ഓവൻ ഫസ്റ്റ് ഷോട്ടിൽ ഗോൾ അടിച്ച് മച്ചാമരടാ. സീൻ കാർഡാണല്ലോ ഓവൻ. അപ്പോൾ എന്തായാലും മച്ചാമര ഗൈസ്. അപ്പോൾ ഇനി തിരിച്ചടിക്കുക. സുവാരസ് ടു കക്ക ടു ക്യാൻഡേ ടു വീണ്ടും നമ്മുടെ കക്ക ഗൈസ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും കളിപ്പിക്കുന്ന നമ്മുടെ കക്കേനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. എടാ കിട്ടിയില്ലടാ മെസ്സി ഗൈസ്. ഓൾറെഡി നമ്മുടെ രണ്ടാമത്തെ മാച്ചാണ് നമ്മുടെ ക്യാൻഡേനെ വെച്ചിട്ട്. അപ്പോൾ എടാ അടുത്തൊരു ടാർഗറ്റ് ഓവൻ, അടുത്ത ഷോട്ട് എടാ ഗൈസ്. ഒന്നാമത് നമ്മുടെ ക്യാൻഡേ ഒരു ത്രൂ പാസ് കക്ക. ഓക്കെ മെസ്സി നല്ല സ്മൂത്തായിട്ട് കളിച്ചു വരുന്നുണ്ട്. എടാ കെന്നവേരോടെ കയറി കളിച്ചല്ലോ മച്ചാമരെ. ഓൾറെഡി എന്താ വെച്ചാൽ നമുക്ക് കോളറിനെ ഒന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ നമ്മൾ കോളറിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ സെറ്റാക്കായിരുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു കാർഡാണ് കോളർ. കാരണം കുറേ പേര് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ലൈവിൽ വന്നപ്പോഴും പറഞ്ഞായിരുന്നു ഗൈസ്. ഓൾറെഡി നമ്മുടെ റിയൽ സഞ്ജു ചാനലിൽ നമ്മൾ അടുത്തൊരു ചാൻസ് ഒക്കെ എടുത്തു. 8 മണിക്കാണ് മച്ചാമാരെ രാത്രി നമ്മൾ ലൈവ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം, നമുക്ക് ഉഷാറാക്കാം. ഫ്രണ്ട്ലി മാച്ചും കോ മാച്ച് തന്നെയാണ്. പിന്നെ ഞാൻ റാങ്ക് പുഷ് ഇനി ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ കക്ക ടു നമ്മുടെ ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു കഫു ഗൈസ്. നല്ലൊരു ചാൻസ് ഇടാ. കോസ്റ്റിക്ക് ഗൈസ്. കോസ്റ്റിക്ക് ഇച്ചിരി നല്ല കാർഡ് തന്നെയാണ്. ഓക്കെ ഓവൻ ഗൈസ്. എംബാപ്പെ ഗൈസ്. ഈ ഒരു കിടിലൻ പാസ്സായിട്ട് ഇമാര്. ഓക്കെ ഓവൻ എടുക്കടാ. ആ സാബി എൻ്റെ പൊന്ന് ഗൈസ്. ഇപ്പോൾ ഒരു പണി വന്നേടാ. അത് ആരടിച്ച ഗൈസ്. ബെബേറ്റോ ആണ് മച്ചാവരടാ. പൈസകളൊക്കെ കടിച്ചു വിട്ടേക്കുന്നു ഗൈസ്. അപ്പോൾ ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കെന്നവേരോ അത് പുറത്തേക്ക് പോയി. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാവരെ ഹാഫ് ടൈം നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും അടിപൊളി. കാരണം അവർ ഓൾറെഡി അത്യാവശ്യം ഫോമിലാണ്. അറ്റാക്കിങ് കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. നെക്കാറ്റ നമ്മൾ ഡിഫൻസിങ്ങിലും ഇതാണെങ്കിലും മുന്നോട്ട് അടിപൊളിയാണ്. കക്ക ഓക്കെ കക്കാറ്റോടാടാ. ക്യാൻ്റെ
ഓക്കെ കിട്ടിയിട്ടുണ്ട്. ക്യാൻഡെ വേഴ്സസ് ക്യാൻഡെ. ഓക്കെ ഓക്കെ സാബി ഗൈസ് അതാട്ടോ ഞാൻ ഫസ്റ്റ് ഹാഫ് തന്നെ സാബിന് ഇടുന്ന. കക്ക ടു സുവാരസ് ടു മെസ്സി ടു നമ്മുടെ കഫു ടു കുറച്ച് നേരം ഇവിടെ കറക്കാം നമുക്ക്. ക്യാൻഡെ ടു വീണ്ടും കഫുലേക്ക്, കഫു ടു മെസ്സി ടു സുവാരസ്. ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ക്യാൻഡെ മെസ്സി ഗൈസ്. അപ്പോൾ കക്കയ്ക്ക് ഒരു ചാൻസ് ഇട്ട് അടിച്ചോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും റിഡീമിംഗ് ഗോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കക്കയിൽ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഗോൾ നമ്മൾ ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അവർ അടിപൊളി ഒരു ഗോളായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ 2-1 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ നോക്കി ടെക്നോളജി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ക്യാൻഡെ എടാ ഓക്കെ കയറി വാ. സാബി കക്ക ഓക്കെ എടാ ഞാൻ വിചാരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞോണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ഹാഫ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കി നോക്കാം. സുവാരസ് ടു സാബി ടു നമ്മുടെ റോബർട്ടോ കാർലോസ്. നെയ്മർ ഇവിടെ ഒരു പാസ്. സാബി ഓക്കെ നല്ലൊരു ചാൻസ്. ഓക്കെ മെസ്സി എടാ അടിച്ചു. എടാ ഞാൻ വിചാരിച്ച ഒരു ഇതാ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് കിട്ടിയില്ല. അർണോൾഡ് നെക്കാറ്റ ഫോഡൻ ഗൈസ്. ഇത് കിട്ടും. ബെക്കംബർ എടാ ഗോളി പിടിച്ചു ഗൈസ്. അപ്പോൾ ഒരു നല്ല ഷോട്ടായിരുന്നു. മാനുനിയർ ടു സാബി ടു സുവാരസ്. ഓക്കെ നല്ല കോസ്റ്റിക്ക് ക്യാൻഡെ ഓക്കെ ബെല്ലിംഗാം ഗൈസ്. അപ്പോൾ എടാ അടിച്ചടിച്ച് എംബാപ്പെ ഓക്കെ ഗൈസ്. കറക്റ്റ് ഒരു ടൈമാണ്, അല്ലെ ഇപ്പോൾ ഒരു ബ്ലിക്സ് അങ്ങ് കയറിയാണ് ഗൈസ്. ഓൾറെഡി നമ്മുടെ പേര് നമ്മൾ റിയൽ സെഞ്ചു തന്നെ നമ്മുടെ അത് BBS നോക്കി പോയിട്ട് അത് നമ്മൾ ഓൾറെഡി ബാർസലോണ ഇട്ടുപോയതാണ്. അപ്പോൾ ഇനി അത് മാറ്റണം. അപ്പോൾ ഗൈസ് അത്യാവശ്യം നോക്കുകയാണെങ്കിൽ ഓപ്പോണൻറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, കയറി വരുന്നുണ്ട്. നെയ്മർ ടു ഗൈസ് എടാ ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കക്ക ടു എടാ അത് കയറില്ല. അർണോൾഡ് അല്ല ബാസ്റ്റണി ടു ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഡിഫൻസൊക്കെ ആരും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഗൈസ്. ഓൾറെഡി നമ്മുടെ റുഡ്രിഗറിനൊക്കെ ഇറക്കിയിട്ട് കുറേ ദിവസമായി. ഇനി നമുക്ക് എടാ ചാൻസ് ഉണ്ട്. എടാ നമ്മുടെ മാനുനിയർ പരമാവധി നമ്മൾക്ക് പറ്റുന്ന തരത്തിലൊക്കെ സേവ് ചെയ്ത് തരുന്നുണ്ട്. അതും പവർ കുറഞ്ഞിട്ട് വരാം. അപ്പോൾ ഈ സാധനത്തിൻ്റെ കാർഡിൻ്റെ ഒരു പവർ നിങ്ങൾ ആലോചിച്ചു ഗൈസ്. ഇത് പവർ കുറഞ്ഞിട്ട് തന്നെ ഇച്ചാതി പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ പവർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. അപ്പോൾ നല്ലൊരു കാർഡാണ് ഗൈസ്. ഓൾറെഡി നിങ്ങൾ ഗോളിയൊന്നും സെറ്റ് ആയില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് വെച്ച് കളിപ്പിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ ഡിവിഷൻ 2 വരെ കളിപ്പിച്ചോണ്ട് ഈ ഒരു ഗോളി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓൾറെഡി പിന്നെ ഓൾറെഡി നമ്മൾ ഡിവിഷൻ മാച്ച് അങ്ങനെ ഇപ്പോൾ കളിക്കലില്ല. ഇത് ഓൾറെഡി ഈ ഒരു ചാനലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവിഷൻ മാച്ചിലോട്ട് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഡിവിഷൻ മാച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലൈവിൽ നമ്മൾ ഫ്രണ്ട്ലിയും കോ മാച്ചും ആയതുകൊണ്ട് കേട്ടോ വെച്ചാൽ അവർ ഓൾറെഡി നീ അത് കളിച്ചു തുടങ്ങണം. മാനുനിയർ ടു നമ്മുടെ സുവാരസ് ടു ഗൈസ്. അപ്പോൾ സാബി ഓക്കെ റോബർട്ടോ കാർലോസ് ടു വീണ്ടും ബാക്കോട്ട് സാബി ടു നമ്മുടെ നെയ്മർ ടു കക്ക ടു ഓടാ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് നെയ്മർ അടിക്കാൻ തന്നില്ലല്ലോ. ഓക്കെ എംബാപ്പെ ഗൈസ്. ബാസ്റ്റണി ഓക്കെ സാബി അലോൺസോ ഗൈസ്. ഇവരാണ് നെക്കാറ്റ ഫോഡൻ എടാ ഓവൻ്റെ ഒരു സ്റ്റണ്ണിങ് ഷോട്ട്. ഓക്കെ ബ്ലോക്ക് ചെയ്ത് ബില്ലിംഗാം അടിച്ചു വിട്ടോ. കിട്ടിയില്ലടാ. കഫു ഇപ്പോൾ ഒരു ഫൗള് വന്നേ. മെസ്സി ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടുന്നു. കഫു ടു നമ്മുടെ മെസ്സി ഗൈസ്. ഒരു ബ്ലിറ്റ്സ് അടിക്കാൻ പറ്റിയ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. എടാ അടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും ക്യാൻ്റെ കൊണ്ടുപോയി വെച്ചാൽ ഓൾറെഡി നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ സാബി ഗൈസ്. ഇത് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. റോബർട്ടോ കാർലോസ് നെയ്മർ ബാക്കോട്ട്. ഓക്കെ റോബർട്ടോ കാർലോസ് വീണ്ടും ഓക്കെ ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. നെയ്മർ ഒരു ഷോട്ട്. ഓക്കെ കക്ക എടാ പുറത്തേക്ക് അടിച്ചു പോയടാ വെച്ചാൽ അല്ല നല്ലൊരു ഷോട്ടായിരുന്നു. എടാത്തൊരു വല്ലാത്ത ഇതായിപ്പോയല്ലോ. വിക്ടർ ബയ്യ ടു ഗൈസ്. ഇവന്മാരും അടിക്കുന്നില്ല, നമ്മളങ്ങോട്ട് അടിക്കുമ്പോഴത്തേനും അവർ കയറി വരുന്നത്. കക്ക ബാസ്റ്റണി എടുത്തിട്ടുണ്ട് ഗൈസ്. എടുത്തിട്ടുണ്ട്. ഓക്കെ നമ്മൾ മറഡോണനെ ഇറക്കിയായിരുന്നു കേട്ടോ. എടാ ഇവന്മാർ ഫ്രീ ആയിരുന്നു ഇവിടെ. അർണോൾഡ് ഓക്കെ എടാ ഓക്കെ കോസ്റ്റ് കട്ടേനെ ഇറക്കി. കോസ്റ്റ് കട്ട ടു റോബർട്ടോ കാർലോസ് ടു ബാക്കോട്ട് സാബി ടു കക്ക ടു ബെല്ലിംഗാം ഗ്രീസ്മൻ മച്ചാവനടാ നല്ല ചാൻസ് ഉണ്ട്. ഈ അർണോൾഡിനെ എടാ നല്ലൊരു ചാൻസ് ഗൈസ്. എംബാപ്പെ ഒരു ബ്ലിറ്റ്സ്. ഗൈസ് ഇത് എന്തോ ഭാഗ്യത്തിന് കറക്റ്റ്. എൻ്റെ പൊന്ന് ഗൈസ് സംഭവം ഇപ്പം പണിയായനെ. പക്ഷെ നമ്മുടെ മാനുവലിയർ ആയതുകൊണ്ട് ആശാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മറഡോണ ടു നമുക്ക് നോക്കിയേക്കാം. മറഡോണ ടു ബാക്കോട്ട് പോയില്ല. നെക്കാറ്റ ടു വീണ്ടും ഓക്കെ കിട്ടിയിട്ടുണ്ട്. നെക്കാറ്റ ഓവൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഫോഡൻ ഓക്കെ ഗൈസ്. ഒന്നാമതെന്താ വെച്ചാൽ ഇവിടെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ പണിയാവും. കാരണം ഓൾറെഡി എപ്പോഴും അടി വരിക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കക്ക എടാ ഓടി എടുക്കണേ. ഓക്കെ ഗൈസ്. അപ്പം ഓവൻ ടു നമ്മുടെ കക്ക എടാ അതെന്ത് പണിയാണ് ഞാൻ കാണിച്ചത്. എടാ കിട്ടിയിട്ടുണ്ട്. മറഡോണ ടു എടാ കെന്നവേര കക്ക ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഗൈസ് പറയുകയാണ് ഗെയിം ഈസ് നോട്ട് ഓവർ എന്നാണ് നമ്മുടെ ഓപ്പണൻ്റെ പേര്. പക്ഷേ അവർ ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലെയർ ഓഫ് ദ മാച്ച്
അല്ല മാച്ച് ഇത് മിക്കവാറും മാനുവൽ ആയിരിക്കും, കാരണം ഗോളി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ആദ്യത്തെ ഒരു മാച്ചിലാണ് കാണിക്കുന്നത്. അപ്പം മച്ചാൻ ഓൾറെഡി നല്ലൊരു മാച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പണന്റ് 10 ഷോട്ട് അടിച്ച്, നമ്മൾ ഷോട്ട് ഓൺ ടാർഗറ്റ് 3 അവരൊരു ഫൗൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിടിലൻ മാച്ചായിരുന്നു ഗൈസ്. എന്തായാലും ഇത് ഓൾറെഡി നോക്കുകയാണെങ്കിൽ ഓവൻ, അപ്പോൾ മാനുവൽ തന്നെയാണ് ഗൈസ് നമ്മുടെ പ്ലെയർ റേറ്റിംഗിലുള്ളത് എവേ കാർഡിൽ. അപ്പം അടിപൊളി ഒരു മാച്ചായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഉറപ്പായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.